ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിധിയിലൂടെ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കേന്ദ്ര സർക്കാർ 2017 ആവിഷ്കരിച്ച ഈ സംവിധാനം സംഭാവന നൽകുന്നവർക്ക് അവരുടെ വിവരങ്ങൾ മറച്ചുവെക്കാൻ അവസരമുണ്ടാക്കുന്നതായിരുന്നു. കള്ളപ്പണം വ്യാപകമായി രാഷ്ട്രീയ പാർട്ടികളുടെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ ഉതകുന്ന ഈ സംവിധാനത്തെ ന്യായീകരിക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിൽ അവസാന നിമിഷം വരെ കേന്ദ്ര സർക്കാർ. ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതായതുകൊണ്ട് പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിൽ സുതാര്യത വരും. രാജ്യത്ത് കള്ളപ്പണം ആരുടെ കൈവശമാണ്, അവരതെന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി CPM നേതാവ് A. സമ്പത്ത്, കോൺഗ്രസ് നേതാവ് M. ലിജു, BJP സഹയാത്രികൻ മിഥുൻ വിജയകുമാർ, സ്വതന്ത്ര ഗവേഷകനായ PB ജിജീഷ് എന്നിവർ. ആദ്യം ജിജീഷിലേക്ക്. ജിജീഷ്, ഇതൊരു ചരിത്രപരമായ വിധി എന്നൊക്കെ വിശേഷിക്കുമ്പോൾ പോലും ഈ പദ്ധതി പ്രഥമ ദൃഷ്ട്യാ തന്നെ കുഴപ്പം പിടിച്ചതായിരുന്നു എന്ന് തോന്നൽ സാധാരണ ജനങ്ങൾക്കുണ്ട്. കാരണം ഒട്ടും സുതാര്യമല്ലാത്ത രീതിയിൽ ആരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കുന്ന ഒരു സംവിധാനം എന്നാണ് അതിൻ്റെ ഒരു പച്ച മലയാളം. ഏതായാലും 5 കൊല്ലം നീണ്ട ഈ നിയമ നടപടിയിലൂടെ അത് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം തന്നെ. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനാധിപത്യത്തിൽ സുതാര്യത കൈവരുന്നുണ്ടോ? തീർച്ചയായിട്ടും വളരെ ചരിത്ര പ്രധാനമായ ഒരു വിധിയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സമകാലിക സാഹചര്യത്തിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷമായിട്ട് ആണെങ്കിൽ പോലും ഇലക്ട്രൽ ബോർഡ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 7 വർഷത്തോളമായി. 7 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ജനാധിപത്യത്തിന് ഗുണകരമായ ഒരു വിധി ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ്. അപ്പോഴും കഴിഞ്ഞ 7 വർഷം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഏകദേശം 8,000 കോടിയിലേറെ വരുന്നത്ര തുക ഒരു പ്രത്യേക പാർട്ടിയുടെ കൈവശം മാത്രം എത്തിച്ചേരുന്ന തരത്തിലേക്കാണ് ഈ സ്കീം നമ്മുടെ ജനാധിപത്യത്തെ കൊണ്ട് എത്തിച്ചുള്ളത് എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. തൊട്ടടുത്ത പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ഏകദേശം 1,221 കോടി രൂപ മാത്രമാണ്. അപ്പോൾ ജനാധിപത്യത്തെ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായ രീതിയിൽ ഓൾറെഡി ഈ സ്കീം 7 വർഷം കൊണ്ട് മാറ്റി തീർത്തിട്ടുണ്ട് എന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ എല്ലാവരും ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനൊരു സ്റ്റേ അനുവദിക്കേണ്ടതാണ്. വളരെ വളരെ കൃത്യമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കേസ് അവതരിപ്പിച്ചതിന് ശേഷവും ആദ്യഘട്ടത്തിൽ തന്നെ സ്റ്റേ അനുവദിക്കാത്തത് കൊണ്ട് ഇത് വൈകി വന്ന ഒരു വിധിയാണ് എന്നൊരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാട്, ഇപ്പോ എനിക്ക് തോന്നുന്നു CPIM മാത്രമാണ് ഇതിനൊരു പാർട്ടി എന്ന നിലയിൽ ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നുള്ള പണം സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അതിനെതിരെ കോടതിയിൽ പോകാൻ തയ്യാറാവുകയും ചെയ്തു. മറ്റ് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അപ്പോസിഷൻ ഇതിനെതിരെ ഉണ്ടായിരുന്നോ, കാലം ആവശ്യപ്പെടുന്ന തരത്തിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളെ കൂടുതൽ ഭരണകൂടത്തിന് സുതാര്യമാക്കുന്ന നിരവധി പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഈ ഭരണത്തിലിരിക്കുന്നവർ എന്ത് രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്, ആ രാഷ്ട്രീയ കക്ഷി എങ്ങനെയാണ് അവരുടെ ഫണ്ടുകൾ സ്വീകരിക്കുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നതിനും അതിനെ കൂടുതൽ ഏകപക്ഷീയവും കേന്ദ്രീകൃതവുമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നിരവധി നടപടികളുടെ ഒരു തുടർച്ച മാത്രമാണിത്. കാരണം ഇത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ സ്കീം മാത്രമല്ല, ഈ കോർപ്പറേറ്റ് സംഭാവനകൾക്ക് ഉണ്ടായിരുന്ന ക്യാപ്പ് റിമൂവ് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ FCRA റെഗുലേഷൻസ്, അതിൽ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടികളെ ഒഴിവാക്കി 100% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനികളിൽ നിന്ന് പണം സ്വീകരിക്കാമെന്ന സംഗതി വന്നു. അതുപോലെ തന്നെ ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്സില് ഭേദഗതികൾ വരുത്തിക്കൊണ്ട് 20,000 രൂപയിൽ കൂടുതൽ വരുന്ന ഡൊണേഷനുകളുടെ കണക്കുകൾ സമർപ്പിക്കണമെന്നും അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കണമെന്നുള്ള ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 13 അതും ഭേദഗതി ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലും ഈ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങും ക്യാമ്പയിൻ ഫണ്ടിങ്ങും അതാര്യമാക്കുന്നതിനുള്ള, അതിന്റെ ഒപ്പേക്കാക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇലക്ട്രൽ ഫണ്ടിങ്. ഈ വിധി കൊണ്ട് എത്രമാത്രം ഗുണമുണ്ടായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത ഇലക്ഷന് ഈ വിധി ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഡൊണേറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രൽ ബോണ്ടുകളുടെ തുക മാത്രമാണ് തിരിച്ചു നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനോടകം തന്നെ മൊത്തം തുകയുടെ 90%-ലേറെ ഒരു പ്രത്യേക പാർട്ടിക്ക് മാത്രം വന്നു തരുന്ന തരത്തിലേക്ക് ഈ സ്കീം നമ്മുടെ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിനെ കൊണ്ട് എത്തിച്ചിരുന്നു. മാത്രമല്ല ഷെൽ കമ്പനികൾ വഴി പണം ഏതെങ്കിലും ഒരു പാർട്ടികൾക്ക് നൽകാൻ കഴിയുന്ന തരത്തിൽ ഈ ഡൊണേഷനെ പ്രോഫിറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന വകുപ്പും കൂടി മാറ്റുക വഴി ആർക്കും ഒരു ഷെൽ കമ്പനി രൂപീകരിച്ച് ആവശ്യമുള്ളത്ര പണം
ഇവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിക്കുക വഴി ഈ ബ്ലാക്ക് മണിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ അല്ല, തുടങ്ങിയ പദ്ധതി ജിജീഷ് അതിലൊരു ക്രോണോളജി കൂടി നോക്കണമല്ലോ. ജിജീഷ് മാർഗമായി മാറിയ അതിന്റെ ക്രോണോളജി കൂടി നോക്കണമല്ലോ. 2016 നോട്ട് നിരോധിക്കുന്നു, കള്ളപ്പണം തിരികെ കൊണ്ടുവരും, വിദേശത്ത് പാർക്ക് ചെയ്തിട്ടുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു, ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കുന്നു. വിദേശത്ത് കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് ഇലക്ട്രൽ ബോണ്ട് വഴി രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള പണി എടുത്തു കഴിഞ്ഞു. അങ്ങനെ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഈ ഷെൽ കമ്പനികൾ വഴി ആർക്കും ഡൊണേറ്റ് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ യാതൊരു ലിമിറ്റും ഇല്ലാതെ, യാതൊരു പ്രോഫിറ്റും കാണിക്കാത്ത ഏതൊരു കമ്പനിക്കും എത്ര തുക വേണമെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരൊക്കെയാണ് സംഭാവന നൽകിയിരിക്കുന്നത്, ഏതൊക്കെ പാർട്ടികൾക്കാണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ഈ മാർച്ച് 13 പകരം പ്രസിദ്ധീകരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിവരങ്ങൾ വരുമ്പോഴാണ് ഏതൊക്കെ കമ്പനിയാണ്, ഏതൊക്കെ തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്നൊരു വ്യക്തത വരികയുള്ളൂ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുള്ള സാധ്യതകൾ തീർച്ചയായും നിലവിലുണ്ടായിരുന്നു. ശരി, ഞാൻ വരാം ജിജീഷിലേക്ക്. ശ്രീ എ സമ്പത്ത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാൻ പല മാർഗങ്ങളുണ്ട്. അത് വ്യക്തികളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാം, അതുപോലെ കോർപ്പറേറ്റ് ഫണ്ടിങ് എന്ന രീതിയിൽ ആ സംഭാവന സ്വീകരിക്കാം. അതുകൂടാതെയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പുതിയ സംവിധാനം കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരൻ എന്താണ് ചിന്തിക്കുക? കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കോർപ്പറേറ്റുകൾ അതിനുവേണ്ടി പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കി തന്നെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ സംഭാവന പിരിക്കുന്നുണ്ട് പാർട്ടികൾ പൊതുജനങ്ങളിൽ നിന്ന്. ഇത് കൂടാതെ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന എന്ന് പറയുമ്പോൾ അത് കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തിക്കാനുള്ള മാർഗ്ഗമാണ് എന്ന് പകല് പോലെ വ്യക്തമാണ്. CPM ആ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ നിയമയുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഫണ്ടിങ് സംവിധാനത്തിൽ സുതാര്യത വരുന്നുണ്ടോ? ഇപ്പോൾ ഈ ട്രസ്റ്റുകൾ വഴി വലിയ കോർപ്പറേറ്റുകൾ വലിയ തോതിൽ കോടികൾ നൽകുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്. ആ കോടികൾ നൽകുന്നത് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കാൻ തന്നെയാണ്, കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയതുകൊണ്ട് മാത്രം ഈ ഒരു ഡെമോക്രാറ്റിക് ട്രാൻസ്പെറൻസി കൈവരുന്നുണ്ടോ? അജിംസെ, ഞാൻ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഹൃദയപൂർവ്വം മീഡിയ വണ്ണിനെ അഭിവാദ്യം ചെയ്യാൻ നന്ദി പറയുന്നതിന് ഞാൻ ഒരു സെക്കൻഡ് എടുക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിലെ സമീപകാലത്തുണ്ടായിട്ടുള്ള വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമായിരുന്ന ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് മേൽ പണാധിപത്യത്തിന് നിയമപരമായ സാങ്കത്യം നൽകുന്നതായിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സിനെ, അത് ഇപ്പോൾ മണി ബില്ലുകൾ അത് ലോക്സഭയിൽ അവതരിപ്പിക്കുക, അറിയാമല്ലോ, നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും നമ്മുടെ ഈ ചർച്ച കേൾക്കുന്ന നല്ലൊരു പങ്ക് ആളുകൾക്കും മനസ്സിലാകും. മണി ബില്ലാണ് എന്ന് വ്യാഖ്യാനിക്കുക, മണി ബില്ലാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ റൂളിംഗ് നൽകുന്നത് ലോക്സഭാ സ്പീക്കറായിരിക്കും. അതിൻ്റെ എല്ലാം വളരെ കൗശലപൂർവ്വം ഇത് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരാൾ ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ്. അദ്ദേഹം ഇത് 2018, അപ്പോൾ അന്ന് ഈ കാര്യം പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് കള്ളപ്പണം രാഷ്ട്രീയ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിൻ്റെ ഇടപെടൽ അത് ഇല്ലാതാക്കുന്നതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ എന്തെല്ലാം നിയമങ്ങളിലാണ് ഭേദഗതി വരുത്തിയത് ഒറ്റയടിക്ക് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. FCRIയിൽ ഭേദഗതി വരുത്തുക, കമ്പനി നിയമത്തിൽ ഭേദഗതി വരുത്തുക, ആദായ നികുതി നിയമത്തിൽ ഭേദഗതി വരുത്തുക, ഇങ്ങനെ നിരവധി ഒരു 4-5 നിയമങ്ങളിൽ ഒറ്റയടിക്ക് ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഇത് വരുന്നത്. ഇത് വാസ്തവത്തിൽ ട്രാൻസ്പാരൻ്റ് അല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അന്ന് തന്നെ ഇത് പാർലമെൻറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു, നമ്മുടെ പൊതുമാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു, പൊതുരംഗത്ത് ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ താങ്കൾ ചോദിച്ച ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ഇന്നിപ്പോൾ ഇത് ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു ഐകകണ്ഠേനയുള്ള വിധിന്യായമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ജസ്റ്റിസ് ഭൂഷൻ്റെ ഒരു വാചകം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ദി ഓൺലി വൺ പാർട്ടി, ജസ്റ്റിസ് ഭൂഷൺ പറഞ്ഞതാണ്, ദ CPIM which is before this court has consciously refused to take electoral bonds. ഇത് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇന്ത്യയിലെ പല ദേശീയ പാർട്ടികളും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളും ഇത് കൈപ്പറ്റുമ്പോൾ ഇതിനെതിരായി 2 NGOs ആ വിധത്തിൽ കേസിന് പോയതുപോലെ തന്നെ പ്രത്യേകമായി CPIM ഈ കേസ് ഏറ്റെടുക്കുകയുണ്ടായി. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതിൽ നമ്മുടെ മുമ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരായിരുന്ന വ്യക്തികൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പണത്തിൻ്റെ സ്വാധീനത്തെ സംബന്ധിച്ച് മുമ്പേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് അവരുടേതായിട്ടുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചീഫ്
ഇലക്ഷൻ കമ്മീഷണർമാരുടെ. അതിനു മുമ്പ് തന്നെ ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വന്നിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ ആധിപത്യവും അത് അത്തരത്തിൽ ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതും പബ്ലിക് ഫണ്ടിങ് ഓഫ് ദ ഇലക്ഷൻസിനെ സംബന്ധിച്ച് സഖാവ് EMS ഇതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ളത്. ഇവിടെ ഈ കള്ളപ്പണം ജനറേറ്റ് അതിനുവേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്യുക, എങ്ങനെ ആ ലോബിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അത് ജനറേറ്റ് ചെയ്യുക, അത് ട്രാൻസ്ഫർ ചെയ്യുക, ആ കള്ളപ്പണം വെളുപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളായി വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ 2019 ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസിൻ്റെതായ ഒരു പഠന റിപ്പോർട്ട് അതിലവർ പറയുന്നത് 55,000 കോടി രൂപയ്ക്ക് അപ്പുറമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ചെലവഴിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഇവിടെ ഒരു വ്യക്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുന്നതായ സംഭാവന പോലെ അല്ല ഒരു കോർപ്പറേറ്റ് ഹൗസ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുന്ന സംഭാവന. കോർപ്പറേറ്റ് ഹൗസ് ഒരു ജൂറിഡിക് പേഴ്സണാലിറ്റിയാണ്. ഒരു വ്യക്തി എന്നുള്ളത് ഒരു ലിവിങ് പേഴ്സണാണ്. ഒരു വ്യക്തി തനിക്ക് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്തരത്തിൽ സംഭാവന നൽകുന്നത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് പോലെയല്ല. ഇവിടെ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ എന്താണ്, ആരാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് എന്ന് പബ്ലിക് ഡൊമൈനിൽ വരുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നൽകിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവരും പറയേണ്ടതില്ല. കമ്പനികളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് കാണിക്കേണ്ടതില്ല. കമ്പനികൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളാണ്, ജൂറിഡിക് പേഴ്സണാലിറ്റിയാണ്, ഷെയർ ഹോൾഡർമാർ ഓഹരി ഉടമകളായിട്ടുള്ള എത്രയോ ആളുകൾ അതിനകത്തുണ്ടാവും. ചില കമ്പനികളിൽ ലക്ഷക്കണക്കിന് പേരാണുള്ളത്. ആ കമ്പനിയിലെ ഷെയർ ഹോൾഡർമാരുമായി ഒരു ചർച്ചയുമില്ലാതെ അവിടെ ഒരു ജനറൽ ബോഡിയിൽ പോലും ഈ കാര്യം ചർച്ച ചെയ്യാതെ ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഈ ബൾക്ക് ഓഫ് ദ ഷെയർസ് കൈകാര്യം ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ തൊട്ട് മുമ്പ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചുവല്ലോ, എന്താ പറഞ്ഞ ഒരു കാര്യം, ഈ ഷെൽ കമ്പനികളെ പറ്റിയും മറ്റും പറഞ്ഞു. ഇന്ത്യയിൽ നിലവിലുള്ള കമ്പനികളുടെ എണ്ണം തന്നെ ഏതാണ്ട്, അതിൽ ആക്റ്റീവായിട്ടുള്ള കമ്പനികൾ തന്നെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 17-18 ലക്ഷത്തിനപ്പുറം വരും, ഇല്ലേ? അതിൽ തന്നെ ആക്റ്റീവ് അല്ലാത്ത കമ്പനികൾ കൂടി ചേർത്താൽ ഏതാണ്ട് ഇന്ത്യയിലെ മൊത്തം കമ്പനികളുടെ ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികളുടെ എണ്ണം എങ്ങനെയാണ് ജിജീഷെ, ഒരു 30 ലക്ഷത്തോളം വരും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോലും കാണിക്കാത്തതായിട്ടുള്ള കണക്കിൽ ഇത്തരത്തിലുള്ളത് പണം ഈ വിധത്തിൽ വരിക. ഇന്ത്യക്ക് പുറത്തു നിന്ന് പണം വരാം, ഇന്ത്യക്ക് അകത്തു നിന്ന് പണം വരാം. എന്തിനു വേണ്ടിയാണ്? ശിങ്കിടി മുതലാളിത്തവുമായി ബന്ധപ്പെട്ടാണിത്. ഞാൻ ഈ മലയാളത്തിൽ പച്ച മലയാളത്തിൽ ശിങ്കിടി മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ക്രോണി ക്യാപിറ്റലിസം എന്നാണ് ഇതിന് പറയുക. ആ ക്രോണി ക്യാപിറ്റലിസം എന്നുള്ളത് നമ്മൾ ഈ വായ്പകൾ എഴുതിത്തള്ളലിനെ പറ്റി കേട്ടിട്ടുള്ളത് പോലെ തന്നെ ഈ കോവിഡ് കാലത്ത് നമ്മൾ കേട്ടല്ലോ, നമ്മൾ ഈ മുടിവെട്ടാൻ പോലും പറ്റിയിരുന്നില്ല നമുക്ക്. പക്ഷെ അപ്പോൾ ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റ് ഹൗസസുകൾക്കാണ് ഫിനാൻഷ്യൽ ഹെയർ കട്ട് നടത്താനായി കഴിഞ്ഞത്. സമയ ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഇവിടെ എഴുതി തന്നിട്ടുള്ളത് എങ്ങനെയാണെന്നറിയാം? ഇത് ഈ പുതിയ ഈ നിയമം വന്നതിന് ശേഷം 2019-20 2,34,170 കോടി രൂപയുടെ വായ്പകൾ എഴുതി തള്ളി. അതിൽ വലിയ പങ്കും വലിയ കോർപ്പറേറ്റ് ഹൗസുകളുടേതാണ്. 2020-21 ആയപ്പോൾ 2,02,770 രൂപയായി. അടുത്ത വർഷം എനിക്കൊരു ക്ലാരിറ്റി വേണ്ട. ഇപ്പോൾ കോർപ്പറേറ്റുകളാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? കോർപ്പറേറ്റുകൾക്ക് അല്ലാതെ തന്നെ ഫണ്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് കണക്കിൽ കാണിച്ച് തന്നെ കൊടുക്കാവുന്നതാണ്. അവരുടെ CSR ഫണ്ടിൽ നിന്നോ മറ്റോ അല്ലെങ്കിൽ ഇലക്ട്രൽ ട്രസ്റ്റുകൾ ഉണ്ടാക്കിയോ മറ്റോ കൊടുക്കാം. ഈ പണം കൊടുക്കുന്നത് രംഗത്ത് വരാൻ ആഗ്രഹിക്കാത്ത കള്ളപ്പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവിഹിതമായ മാർഗത്തിലൂടെ ഉണ്ടാക്കി അൺഅക്കൗണ്ടഡ് മണി ഹോൾഡ് ചെയ്യുന്ന ആളുകൾ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പണം പമ്പ് ചെയ്യുകയാണ്. ഈ കോർപ്പറേറ്റ് ഫണ്ട് വാങ്ങാത്ത ആരുണ്ട്? CPM വാങ്ങുന്നുണ്ടല്ലോ കോർപ്പറേറ്റ് ഫണ്ട്. ഞാനീ പറഞ്ഞത് കണക്കിൽപ്പെടുത്താതെയാണല്ലോ ഇവിടെ കൊടുക്കുന്നത് അജിംസെ. യെസ്, കണക്കിൽപ്പെടുത്താതെയല്ലേ ഇത് കൊടുക്കുന്നത്. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് വരുന്നുണ്ടോ? വരുന്നില്ലല്ലോ. നിങ്ങൾ ആർക്ക് പണം കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇൻകം ടാക്സ് പേയീസ് ആയിട്ടുള്ള ആളുകളുണ്ടോ? ഞാൻ അഭിഭാഷകനാണ്, ഞാൻ ആദായ നികുതി കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്തരത്തിൽ പണം നൽകുമ്പോൾ എവിടെയെങ്കിലും അതൊരു വന്നു ഹൂണ്ടിക പിരിവിന് പണം കൊടുത്തു, ആരുടെയെങ്കിലും ചികിത്സയ്ക്ക്, അതല്ലാതെ കയ്യിൽ നിന്ന് അപ്പോഴേക്ക് ആശുപത്രിയിൽ കൊടുത്തു, അതല്ല ഞാനീ പറഞ്ഞത്. അല്ലാതെ നൽകുന്നതായ പണത്തിന് അതിൽ ആദായ നികുതിയുടേതായ ഇളവുകൾ അത്തരം കാര്യങ്ങളിലുണ്ട്. ഇവിടെ കോർപ്പറേറ്റ് ഫണ്ടിങ് എന്നുള്ളത് ഇവിടെ സുപ്രീം കോടതി എന്ന് പറഞ്ഞു, ഇത് ക്വിഡ് പ്രോ അല്ലേ, ക്വിഡ് പ്രോ കോ അതിനെപ്പറ്റി പറഞ്ഞ് എന്താ ഇത്? അപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കുക എന്നുള്ളത് ക്വിഡ് പ്രോ കോയിൽ അങ്ങനെയല്ലേ പറയേണ്ടത്? ഇത് വാസ്തവത്തിൽ ഈ റിസീവ് ചെയ്യുന്നതായിട്ടുള്ള കൈപ്പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അറിയാം ആരാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത്. അറിയാതെ അല്ല.
പക്ഷെ മറ്റാരും അറിയുന്നില്ല. കൊടുത്ത എനിക്കറിയാം എന്തിനാണ് കൊടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇന്ത്യയിലെ വലിയ കമ്പനികളുടേതായിട്ടുള്ള ഞാൻ പറഞ്ഞ ഹെയർ കട്ട് ഉണ്ടല്ലോ, മുടിവെട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി അത്തരത്തിൽ കമ്പനികൾ എടുത്ത വായ്പകൾ എഴുതി തള്ളി ഇങ്ങനെ അനുജൻ്റെ വലിയ കമ്പനി ജ്യേഷ്ഠൻ വിലയ്ക്ക് വാങ്ങുക. മറ്റൊന്ന് വേദാന്ത എന്ന കോർപ്പറേഷൻ ഓർമ്മയുണ്ടല്ലോ, എങ്ങനെയാണ് വീഡിയോകോൺ അവരുടെ കയ്യിലേക്ക് എത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് പഠിച്ചു നോക്കിയേ. വാസ്തവത്തിൽ അവിടെ ഇത് ഒന്ന് ആ വായ്പകളുടെ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി വീഡിയോകോണിൻ്റെ തലവൻ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അദ്ദേഹം പറഞ്ഞിരുന്നതും എന്നാൽ ഇത് വേദാന്തയുടെ കയ്യിലേക്ക് എത്തിയതും തമ്മിൽ എത്ര ഇരട്ടിയുടെ വ്യത്യാസമാണുള്ളത്. ശരി. അപ്പോൾ ഇത്തരത്തിലെല്ലാം വരുമ്പോൾ ഇന്ത്യയുടെ പ്രകൃതി സമ്പത്തുകൾ വരെ കൈയടക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ നൽകുക എന്നുള്ളത്, നൽകുന്നതിന് തുല്യമായി ഇത്തരത്തിലുള്ള സഹായം എന്നുള്ളത്, ഇതാണ് ഇവിടെ ഉള്ളത്. സുതാര്യതയില്ല എന്നുള്ളത് മാത്രമല്ല, ആരും അറിയേണ്ടതില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് അടച്ച് ഇത് വളരെ കൃത്യമായി ഒരു വെള്ളം കിടക്കാത്ത അറയായി ഇങ്ങനെ വെള്ളിത്തളികയിൽ ഇങ്ങനെ നമ്മുടെ എല്ലാ പ്രകൃതി വിഭവങ്ങളും പൊതുസമ്പത്തും കൊള്ളയടിക്കാനായി അവർക്ക് മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പകരം നൽകുന്നതാണ്. ആ ശിങ്കിടി മുതലാളിത്തത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമനിർമ്മാണമായിരുന്നു. ശരി ശരി. ശ്രീ എം ലിജു, കോർപ്പറേറ്റ് ഫണ്ട് എല്ലാ പാർട്ടികളും വാങ്ങാറുണ്ട്, അതിന് കണക്കുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ കണക്ക് കൊടുക്കുന്നുണ്ട്. ആരാണ് നിങ്ങൾക്ക് പണം നൽകിയതെന്ന് കോർപ്പറേറ്റുകൾക്ക് അറിയാം എന്തിനാണ് പണം നൽകുന്നുള്ളത്, ആരാണ് നൽകിയത്, എത്ര നൽകിയതൊക്കെ കണക്കുണ്ടാവും. കോർപ്പറേറ്റുകൾ പണം നൽകുന്നത് വെറുതെ അല്ല, കാരണം അവരുടെ ലാഭത്തിനനുസരിച്ചുള്ള നയങ്ങൾ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ നാളെ ഭരിക്കാൻ പോകുന്ന പാർട്ടിയിൽ നിന്നോ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അവർ പണം നൽകുന്നത്, ഒന്നും ചുമ്മാ നൽകുന്നതല്ല. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ അവിഹിതമായ പണം പാർട്ടികളിലേക്ക് എത്തിക്കാനുള്ള വളരെ അടഞ്ഞ രീതിയിലുള്ള ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു നടപടിയാണെന്ന് അന്ന് അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ആ പണം സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിച്ചില്ല എന്ന് മാത്രമല്ല, പണം സ്വീകരിച്ചു. പക്ഷേ BJP-യുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ നാമമാത്രമായ തുകയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ പോലും അതിനെതിരെ നിങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്തില്ല. ഈ സുപ്രീം കോടതി വിധി വരുമ്പോൾ കോൺഗ്രസിനൊരു പശ്ചാത്താപം തോന്നുന്നുണ്ടോ? എന്തിന്? അത് ഒരു ഒന്നാമത്തെ കാര്യം അജിംസ് പറഞ്ഞത് തന്നെ ഒരു തെറ്റായ പ്രസ്താവനയാണ്. 2017 ഈ ഫിനാൻസ് ബില്ലിൻ്റെ ഭാഗമായി ഇലക്ട്രൽ ബോണ്ട്സ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ആദ്യം എതിർത്ത രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ തുടർച്ചയായ നിലപാടായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമല്ല, ഇലക്ട്രൽ ബോണ്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രഖ്യാപിക്കണം, ആരാണ് ഈ ബോണ്ടുകൾ വാങ്ങുന്നത് എന്ന കാര്യം സുതാര്യമാക്കണമെന്നത് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞങ്ങളത് ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ താരതമ്യം ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ പിന്നെ BJP-ക്ക് ലഭിക്കുമ്പോൾ വളരെ നാമമാത്രമായ തുക. ഇപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയത് വളരെ 125 കോടിയും 130 കോടിയും ഒക്കെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കിട്ടിയിട്ടുള്ളത്. ആ സ്ഥാനത്ത് 7-8 ഇരട്ടി തുകയാണ് BJP-ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങളിതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രൽ ബോണ്ടുകൾ ഒന്നാമത് ഇപ്പം SBIയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു. BJP-ക്ക് ലഭിക്കുന്ന അവർ ഭരണകക്ഷി ആയതുകൊണ്ട് ആരാണ് തന്നതെന്ന് അവർക്കറിയാം. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്തവരെക്കുറിച്ചുള്ള വിവരങ്ങളും അവർക്ക് ലഭിക്കും. അപ്പോൾ പ്രതികാര നടപടികളുടെ ഒരു പരമ്പര അതുവഴി ഉണ്ടായിക്കൊണ്ടിരിക്കും. കൂടാതെ ഷെൽ കമ്പനികളെ സംബന്ധിക്കുന്ന ഇപ്പോൾ ഇന്നത്തെ ജഡ്ജ്മെൻറ്റിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ₹1 ലാഭമുള്ള ഒരു കമ്പനി, ഇഫ് എ കമ്പനി ഷോസ് ദാറ്റ് ഇറ്റ് ഹാസ് ₹1 പ്രോഫിറ്റ് ആൻഡ് ഡൊണേറ്റ് 100 crores, ₹1 ലാഭം കാണിക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ₹1 കോടി ലാഭം കാണിക്കുന്ന ഒരു കമ്പനി 100 കോടി ഇത്ര ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിന് തടസ്സമില്ല. അപ്പോൾ സ്വാഭാവികമായി ഷെൽ കമ്പനികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഇത്തരം കള്ളപ്പണം കൊടുക്കാൻ, അത് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിധ്വംസ പ്രവർത്തനങ്ങളിലൂടെയും സമ്പാദിക്കുന്ന പണവും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിക്കാനൊരു മാർഗമായിരുന്നു ഇത് കോൺഗ്രസ് അന്ന് മുതലേ പറയുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങളതിൽ നിന്ന് മാറി നിൽക്കാഞ്ഞതിൻ്റെ ഒരു കാര്യം, സ്വാഭാവികമായിട്ടും ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് സംഭാവനകൾ ആവശ്യമുണ്ട്. ജനങ്ങളിൽ നിന്നുള്ള സംഭാവന മേടിച്ച് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞതല്ല, അതിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. അതിനുള്ള നിയമ പോരാട്ടത്തിൽ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ പങ്കാളികളാവുകയും ചെയ്തു. അന്ന് മുതൽ പത്രസമ്മേളനത്തിൽ ആദ്യമായി തന്നെ 2017 ഫിനാൻസ് ബില്ലിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ കോൺഗ്രസ് അതിശക്തമായി അതിനെ എതിർക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് കുറ്റബോധം തോന്നേണ്ട കാര്യമോ വിഷമം തോന്നേണ്ട കാര്യമില്ല. വളരെ ട്രാൻസ്പെറന്റിലായി നടന്ന ഒരു ഇടപാടാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 2017 മുതൽ നടന്ന് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ആരൊക്കെ ആർക്കൊക്കെ പണം കൊടുത്തു നമുക്കറിയില്ല. ഇതിൽ ഞാൻ ഒരു സെനാരിയോ പറയാം. ഈ ലിജു തന്നെ പറഞ്ഞല്ലോ,
BJPക്ക് അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് അറിയാൻ പറ്റും ആരാണ് അവർക്ക് പണം നൽകുന്നതെന്ന്. നിങ്ങൾക്ക് പണം നൽകുന്ന ആരാണെന്നും അവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിൽ അതിന് കൃത്യമായ കണക്കുണ്ട്, അത് ആര് നൽകി എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ കണക്ക് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആര് പണം നൽകുന്നതെന്ന് നിങ്ങൾ അറിയണമെന്നില്ല, പക്ഷേ BJP അറിയും, ഭരണകക്ഷി അറിയും. നിങ്ങൾ അറിയണം എന്ന് ഇല്ല എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ബോണ്ട് വഴി പണം നൽകിയവരെല്ലാവരും ഞങ്ങൾ പണം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു ഫേവറും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അവർക്ക്. അപ്പോൾ നിങ്ങളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ ഡാറ്റയും KYC വഴി മുഴുവൻ ഡാറ്റയും ഭരണകൂടത്തിന് ലഭിക്കുകയാണ്. EDക്ക് പണി കൂടും. യഥാർത്ഥത്തിൽ അവർ കുഴപ്പത്തിലാവുകയല്ലേ ചെയ്ത് നിങ്ങൾക്ക് പണം നൽകുന്ന വഴി. അല്ല, അതിനെ അതിജീവിച്ചെത്തുന്നവരുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഈ കാര്യം തന്നെയാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിലും അന്നത്തെ പത്രസമ്മേളനങ്ങളിൽ, ഇപ്പോൾ 2017 മുതൽ ഞങ്ങൾ നടക്കുന്ന പത്രസമ്മേളനങ്ങളിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് മാത്രം പണം കിട്ടുന്നതിൻ്റെ കാരണം, ഒന്ന്, BJPക്ക് ഈ ക്വിഡ് പ്രോ ക്യോ പരസ്പര സഹായം എന്ന തരത്തിൽ പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാം, എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നാൽ അവരുടെ വിവരങ്ങൾ ലഭിക്കും, അവരെ ഉപദ്രവിക്കും. എന്നിട്ടും അതിനെ അതിജീവിച്ച് ഞങ്ങൾക്ക് തന്നവരുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി നിർത്തലാക്കുക എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. പക്ഷേ ഇത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ആരാണ് നൽകുന്നത്? ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ കൂടി ഭാഗമാണ്. ഇത് അറിയാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്തെ, ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ജീവനാഡിയായിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികളെ ഫണ്ട് ചെയ്യുന്നവർ ആരാണെന്ന് അറിയാൻ ജനത്തിന് അവകാശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലമായി ഇവർ പ്രതിരോധിക്കുകയായിരുന്നു BJP. അതാണെന്ന് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജുഡീഷ്യറിയിലുള്ളൊരു വിശ്വാസം അത് മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അതൊരു രജതരേഖയായി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് അന്നും ഇന്നും വ്യക്തമാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമാകണമെന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. ഇവരുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് കോൺഗ്രസിന് സംഭാവന ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നതുകൂടിയാണ് ഇത് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. ശരി, ശ്രീ മിഥുൻ വിജയകുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും ചരിത്രപരമായ പ്രഖ്യാപനം വിദേശ രാജ്യങ്ങളിൽ ഹോർഡ് ചെയ്തിട്ടുള്ള കള്ളപ്പണം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി നോട്ട് നിരോധിച്ചു. നോട്ട് നിരോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഈ കള്ളപ്പണം ഇന്ത്യയിലല്ല സൂക്ഷിക്കുന്നത്, പുറത്താണ് എന്നാണ്. കാരണം ഈ നോട്ട് നിരോധിച്ചിട്ടും സർക്കുലേഷനിലുണ്ടായിരുന്ന നോട്ടുകളൊക്കെ തിരികെ വന്നു. അപ്പോൾ കള്ളപ്പണമായിട്ട് അത് ഹോൾഡ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് 2017 ഇങ്ങനെയൊരു ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവരുന്നത്. ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിൽ ലോകത്തെവിടെ ആരുടെയൊക്കെ കയ്യിൽ കള്ളപ്പണം ഉണ്ടെങ്കിലും അതൊക്കെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാനുള്ള ഒരു സംവിധാനം. കാരണം അത് ആരും അറിയാൻ പോകുന്നില്ല ആരാണ് കൊടുത്തത് എന്ന്. ഇപ്പോൾ വിദേശത്തുള്ളൊരു ഷെൽ കമ്പനി കള്ളപ്പണം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ വന്ന് വേറൊരു പേരിൽ വേറൊരു KYCയിൽ ഈ ബോണ്ട് വാങ്ങി ഏതെങ്കിലും പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ ലോകത്തെവിടെയൊക്കെയോ സൂക്ഷിച്ചിട്ടുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവരാനുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നോ ഈ ഇലക്ട്രൽ ബോണ്ട്? അല്ല ജിംസ്, ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് രണ്ടും കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ട്രാൻസ്പെറൻസി ഫാക്ടറാണ് ഇപ്പം വളരെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷേ 2017 മുമ്പ് പണം എങ്ങനെയായിരുന്നു പാർട്ടി ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്നത് എന്ന കാര്യം ശ്രദ്ധിച്ചാൽ ഇത് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആണ് എന്ന കാര്യത്തിൽ അജിംസിനോ എനിക്കോ ആർക്കോ ഇവിടെ ഒരു സംശയം ഉണ്ടാവില്ല. ഇത് അജിംസ് പറയുന്ന പോലെ എന്താ പറയുക, ഇതിന് ഒരു ട്രാൻസ്പെറൻസി ഇല്ല. ഇത് ആര് ഫണ്ട് ചെയ്യുന്നു, ആരത് സ്വീകരിക്കുന്നു എന്ന കാര്യം SBI കൃത്യമായിട്ടൊരു ട്രാക്ക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് വേണമെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ട്രാൻസ്പെറൻസി ഫാക്ടറാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആര് ഈ ബോണ്ട് വാങ്ങുന്നു, ഏത് പാർട്ടി ബോണ്ട് സ്വീകരിക്കുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അല്ല, ഇവിടെ ശ്രീ എം ലിജു നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഞങ്ങളുടെ പാർട്ടിക്ക് ഫണ്ടിങ് കിട്ടുന്നതൊക്കെ BJP മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകക്ഷി മനസ്സിലാക്കുന്നു എന്നതുപോലെ തന്നെ ഇവിടെ BJPക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഈ എന്താ പറയുക അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ആളുകളുടെ ഇൻഫർമേഷനൊക്കെ പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരെയും വെല്ലുവിളി ഉണ്ടാകാമല്ലോ. അപ്പോൾ ഒരു ഗവൺമെന്റ് ഏജൻസി ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്ന പോലെ അല്ല സാധാരണക്കാരെല്ലാവരും അത് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഒരു ഭരണകക്ഷിക്ക് രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിക്ക് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോ പണം കൊടുക്കുകയാണെന്ന് കരുതുക, അത് പരസ്യമായി വന്നാൽ അവർക്ക് എന്താണ് ഈ ജീവന ഭീഷണി? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് മാറ്റി വയ്ക്കുക, അതല്ലാതെ തന്നെ കോർപ്പറേറ്റ് ഫണ്ടിങ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ലഭിക്കുന്നുണ്ട്. ഒരു നിമിഷം കോർപ്പറേറ്റ് ഫണ്ടിങ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കോർപ്പറേറ്റ് ഫണ്ടിങ് വഴി ഏറ്റവും കൂടുതൽ പണം BJPക്ക് കൊടുത്ത കമ്പനി മേഘ എഞ്ചിനീയറിംഗ് ആണ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മേഘയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? മേഘയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. അവർ ഫണ്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ ഹൈദരാബാദ് ഓഫീസിൽ നിരന്തരം സെർച്ച് ചെയ്യുകയായിരുന്നു.
അതിനുശേഷമാണ് അവർ ഫണ്ട് കൊടുത്തത്. അല്ല നോക്കൂ അജിംസ്, ഇവിടെ അജിംസ് ചോദിച്ച കാര്യം ഭരിക്കുന്ന പാർട്ടിക്ക് ആര് ഫണ്ട് ചെയ്യുന്നു എന്ന കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇഷ്യൂ എന്താണ്? അവിടെ പൊളിറ്റിക്കൽ വിക്ടിമൈസേഷൻ കൃത്യമായി നടക്കും. ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് കാര്യം വന്നു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് എങ്ങനെ മിസ്യൂസ് ചെയ്യാമെന്നും മീഡിയക്ക് എങ്ങനെ മിസ്യൂസ് ചെയ്യാമെന്ന കാര്യമൊക്കെ അവിടെ നല്ല ഭംഗിയായിട്ട് പേരുകളൊക്കെ നമ്മൾ ഒരു കാരണമില്ലാതെ കേൾക്കുന്നുണ്ട്. റിപ്പോർട്ട് വരുന്നു, അദാനിയുടെ പേര് വരുന്നു. ഇലക്ട്രൽ ബോണ്ട് മാറ്റി വയ്ക്കുക. ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് അതിന് മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അല്ല ഒരു നിമിഷം അല്ല, ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഫണ്ടിംഗ് ആണല്ലോ ഇലക്ട്രൽ ബോണ്ട്. എന്താണ് ജിംസേ? അല്ല, ഇലക്ട്രൽ ബോണ്ട് മാറ്റി വെക്കില്ല. അതല്ലാതെ കോർപ്പറേറ്റ് ഫണ്ടിംഗ് കൊടുക്കുന്ന പ്രൈമറി സോഴ്സ് ഓഫ് ഫണ്ടിംഗ് എന്താണ്? ഇലക്ട്രൽ ബോണ്ട് അല്ലേ? അല്ല, ഇലക്ട്രൽ ബോണ്ട് അല്ല. ഇലക്ട്രൽ ബോണ്ട് ഒരു വശം മാത്രമല്ല. ഒരു പാർട്ടിയെ സംബന്ധിച്ച് പ്രൈമറി സോഴ്സ് ഓഫ് ഫണ്ടിംഗ് എന്താണ്? അതെ, ഞാൻ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിന് മുമ്പ് എങ്ങനെയാണ് പണം വരുന്നതെന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിന് മുമ്പ് കോർപ്പറേറ്റ് ഫണ്ടിംഗ് ആയിരുന്നു പ്രധാനം. ഇപ്പോൾ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിന്റെ കണക്കെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്നിട്ട് അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അന്ന് ബ്ലാക്ക് അജിംസെ, നമ്മൾ ഇത്ര നിഷ്കളങ്കരായി സംസാരിക്കരുത് ഈ വിഷയമൊന്നും. ഇവിടെ CPM-ന്റെ പ്രതിനിധിയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങളൊരു ഐഡിയൽ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്രോപ്പർ ചാനലിലൂടെ ഫണ്ട് വരുന്നു, 20,000 താഴെയുള്ള ഫണ്ടാണെങ്കിൽ അൺഅക്കൗണ്ടബിൾ ആണ്, 20,000 മുകളിലാണ് ഉള്ള ഫണ്ടിങ് മാത്രം അക്കൗണ്ടബിലിറ്റി ഉണ്ടായാൽ മതി എന്ന രീതിയിലായിരുന്നു 17 മുമ്പ്. അപ്പോൾ അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മണി ഒഴുകിയിരുന്നത് അജിംസെ. ചാക്ക് കണക്കിന് പണമായിരുന്നു പാർട്ടി ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടും ഇലക്ഷൻ റാലിക്കൊക്കെ വേണ്ടിയിട്ട് ചെലവഴിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം പണമില്ലെങ്കിൽ ഇലക്ഷൻ നടക്കില്ല, പണമില്ലാത്ത പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ വളരെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ഒരു ഐഡിയൽ സിനാരിയോ എടുത്തുകൊണ്ട് ഇത് ഇങ്ങനെയായിരുന്നല്ലോ, ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷം എങ്ങനെയായിരുന്നല്ലോ എന്നല്ല. ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷം തീർച്ചയായിട്ടും മണി ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിൽ അനോണിമിറ്റി ഫാക്ടർ ഉണ്ടെങ്കിൽ പോലും അതിനെ തീർച്ചയായിട്ടും നമുക്ക് അത് ഒരു പരിശോധനയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് വന്നു, എത്ര വന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ തീർച്ചയായും സാധിക്കും. അങ്ങനെ ഒരു ഫാക്ടർ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. 2017 മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. ഇവിടെ CPM പ്രതിനിധി പറഞ്ഞൊരു കാര്യം, ക്വിഡ് പ്രോക്കോ, അദ്ദേഹം പറയുന്ന ഒരു നിങ്ങൾ എനിക്കൊരു ഫേവർ ചെയ്താൽ ഞാൻ നിങ്ങൾക്കൊരു ഫേവർ ചെയ്യുന്നു എന്ന രീതിയിലാണല്ലോ ഈ ഒരു പ്രോസസ്സ് മൊത്തം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം. നമ്മുടെ ഇപ്പോഴത്തെ എക്സാലോജിക്കും CMR-ലും തമ്മിലുള്ള ഒരു കോൺസെപ്റ്റ് മാത്രം വെച്ച് നോക്കിയാൽ മതി. അതാണ് ക്വിഡ് പ്രോക്കോന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം. കാരണം നിങ്ങൾ എനിക്കൊരു ഫേവർ ചെയ്യൂ, ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഫേവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി 2019 സെൻറ്റർ കൊണ്ടുവന്നത്. പക്ഷേ CMR-ന് അത് ബാധകമാവുന്നത് 2023 ഡിസംബറിലാണ്. അതും കോൺഗ്രസ് ഇത് ഉന്നയിച്ചതിന് ശേഷം മാത്രം കേട്ടോ. അപ്പോൾ അതാണ് ക്വിഡ് പ്രോക്കോ മോഡൽ. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എക്സാലോജിക്കും CMR-ും എക്സ്ചേഞ്ച് ഓഫ് ഫേവേഴ്സ്. മിഥുൻ പറയുന്ന എക്സാലോജിക്കിന്റെ ആരോപണം ശരിയാണ്. അതൊക്കെ നിസ്സാരാണെന്നേ. 1.25 കോടി നോക്കൂ, 20,000 കോടി രൂപ. അദാനിയുടെ 20,000 കോടി രൂപ, ആ 20,000 കോടി ആരുടേതാണെന്ന് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം കളഞ്ഞത്. ആ 20,000 കോടി ആരുടേതാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്കുള്ള ഫണ്ടിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ പ്രോസസ്സിനെ കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ശരി, അജിംസ് തന്നെ പറയാൻ അനുവദിക്കുമോ ഇത്? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യൂ പ്ലീസ്. സോ ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് രണ്ടും കണക്കിലെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അവിടെ അനോണിമിറ്റി ഫാക്ടർ അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, പല ലെവലിലും അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് സുപ്രീം കോടതി അതിൻ്റെ കോൺസിനെ കൂടുതൽ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തത്. പക്ഷേ ഇത് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇതിലൊരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവരുടെ ഒരു BJP ഗവൺമെൻറ് ഒരു ലാർജർ പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരുന്നു ബ്ലാക്ക് മണി തടയുക എന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചതും നടപ്പിലാക്കിയതും. മാത്രമല്ല ഇത്രയും സമയമെടുത്തു, 3 വർഷത്തോളം ഈ ഒരു കാര്യം 3-4 വർഷത്തോളം ഇത് നല്ല ഭംഗിയായി ഓടിയതിനു ശേഷമാണ് സുപ്രീം കോടതി ഇതിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ചോദിച്ചത് തന്നെ 3 വർഷം നന്നായി ഓടിയില്ല, എന്താ കുഴപ്പമെന്നാണ് സുപ്രീം കോടതി പോലും ചോദിച്ചതെന്ന്. പിന്നെ ഇപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു ജുഡീഷ്യൽ ഡിലേ പോലും വന്നതെന്ന് ഞാൻ പറയുകയുള്ളൂ. പിന്നെ ഇവിടെ ഈ CPM-ന്റെ ആളുകൾ എല്ലാ ചർച്ചയിലും പോയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു പൈസ പോലും സ്വീകരിച്ചിട്ടില്ല, ഇലക്ട്രൽ ബോണ്ടാണ്, ഞങ്ങൾ ഒരു പൈസ പോലും. ഇവരെങ്ങനെയാണ് അപ്പോൾ ഇവരുടെ ഫണ്ടിങ് മെക്കാനിസം ഒക്കെ എങ്ങനെയായിരുന്നു? ഇവർ ക്യാഷ് വഴിയായിരുന്നു എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ബക്കറ്റ് പിരിവ് വഴിയുള്ള ഈ ഡൊണേഷൻസ് സ്വീകരിച്ചായിരുന്നു ഇവരുടെ എല്ലാ പരിപാടികളും. കേരളീയം പോലുള്ള പദ്ധതികൾ, കേരളീയം പോലുള്ള പരിപാടികൾ, അതിന് എനിക്കൊന്നും ഒരു 27 കോടിയോളം ചിലവായിട്ടുണ്ട്.
അപ്പോൾ അത്രയും വലിയ വലിയ കണക്കുകൾ വരുന്ന പദ്ധതികളും പരിപാടികളും ഒക്കെ ഇവിടെ നടത്തുമ്പോൾ ഇവരുടെ ഇലക്ഷൻ റാലിയും ഫണ്ടിങ്ങും പരിപാടികളൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് ഒക്കെ പോട്ടെ. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ CPM-ന്റെ അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് കണ്ടു മടുക്കും. കാരണം ഏത് ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ പോലും താഴെ അവരുടെ ഒരു ബാനർ ഉണ്ടാവും പിണറായി വിജയന്റെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഫണ്ടിങ് എവിടെ നിന്നായിരുന്നു ഇവർ സ്വീകരിച്ചിരുന്നത്? കാരണം പ്രൈമറി സോഴ്സ് ഓഫ് ഫണ്ടിങ് ഇലക്ട്രൽ ബോണ്ടാണ് പല പാർട്ടികളും ഒരു മോഡായിട്ട് എടുത്തതെങ്കിൽ CPM എവിടെ നിന്നായിരുന്നു? അപ്പോൾ CPM-ന് വന്നത് ക്യാഷ് ഫണ്ടിങ് ആയിരുന്നു. അപ്പോൾ ബക്കറ്റ് പിരിവിലൂടെയാണെന്ന് നേരത്തെ ഒരു കോർപ്പറേറ്റ് ഫണ്ടിങ് വേറെ ഉണ്ട്. കോർപ്പറേറ്റ് ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്, CPM ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു. അല്ലല്ല, ബക്കറ്റ് പിരിവ് മാത്രമല്ല, ബക്കറ്റ് പിരിവിലൂടെ മാത്രമല്ല CPM-ന് ഫണ്ട് കിട്ടുന്നത്, കോർപ്പറേറ്റ് ഫണ്ട് ഉണ്ടാവും. അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന കണക്കും കണക്കിൽ പെടുന്നതും കണക്കിൽ പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അജിംസ. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലെല്ലാം തന്നെ അതിൽ ഏതാണ് ഇവർ കണക്കിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം കണക്കിൽ പെടുത്തിക്കൊണ്ട് കാണിക്കുന്ന കണക്കല്ല. സൂചിപ്പിക്കാം ഞാൻ. അജിംസ അത് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അജിംസെ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ നോക്കൂ, ഈ BSP പോലുള്ളൊരു പാർട്ടി അവർ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അവരുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഒക്കെ തന്നെ അവർ ഒരിക്കലും എന്താ പറയുക, ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ അവർക്ക് ഫണ്ടിങ് ലഭിച്ചതായി അവർ കാണിക്കുന്നേയില്ല. ഇത്രയും വലിയൊരു പാർട്ടി ഇത്രയും വർഷത്തോളം ഈ ഒരു തട്ടിപ്പ് നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? കാരണം ഇവർക്ക് ക്യാഷായി ലഭിച്ചു കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞു പോലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ CPM-ന്റെ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ച കോർപ്പറേറ്റ് ഫണ്ടിന്റെ കണക്കാണ്. 10 കോടി രൂപ അവർക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ആ 10 കോടി രൂപ അവർക്ക് ലഭിച്ച 535 ഡൊണേറ്റേഴ്സിൽ നിന്നാണ്. 535 പേർ ചേർന്നാണ് അവർക്ക് 10 കോടി രൂപയുടെ ഫണ്ട് ലഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്തിട്ടുള്ള കണക്കാണ്. അപ്പോൾ ഇല്ലാത്ത കണക്ക് കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയില്ല, കണക്കുണ്ട്. അജിംസെ, ഞാനിവിടെ പറയുന്നത് അക്കൗണ്ടബിൾ നോൺ അക്കൗണ്ടബിൾ രണ്ട് കാര്യങ്ങളുണ്ട്. അക്കൗണ്ടബിൾ ആയിട്ടുള്ള അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള. അക്കൗണ്ടബിൾ ആയിട്ടുള്ള ക്യാഷ് ആണല്ലോ ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനൊക്കെ കാണിക്കുക. അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഇല്ല എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്ന പാർട്ടികൾ ഇവിടെ എത്രയുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അജിംസ അങ്ങനെ ഒരു നിഷ്കളങ്കമായ ഒരു ഉത്തരം പറയല്ലേ ഇവിടെ. ഞാൻ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഒരു വലിയ പാർട്ടി കഴിഞ്ഞ 20,000 നോക്കൂ, സിദ്ദീഖ് കാപ്പനെതിരെയുള്ള കേസ് എന്താണെന്നറിയോ? 40,000 രൂപ അവർ അയാളെ കൈവശം വെച്ചു എന്നുള്ളതാണ്. നിങ്ങൾ വിടില്ല, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ വിടില്ല, പിന്നെ BJP വിടില്ല. BJP വിടാത്തപ്പോൾ പിന്നെ അങ്ങനെ അൺഅക്കൗണ്ടബിൾ മണി നീ പിടിക്കണം, അതാണ് വേണ്ടത്. അല്ലല്ല ഇവിടെ അൺഅക്കൗണ്ടബിൾ ക്യാഷ് ഒട്ടുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ധീരജ് സാഹു എന്നൊരു സിറ്റിംഗ് MP ഉണ്ട് കോൺഗ്രസിന്റെ. ഈ അടുത്താണ് അദ്ദേഹത്തെ റെയ്ഡ് ചെയ്ത് ഒരു 320 കോടിയോളം ക്യാഷായി തന്നെ കണ്ടെടുത്തത്. അപ്പോൾ അൺഅക്കൗണ്ടബിൾ ക്യാഷ് ഒട്ടും ഒഴുകുന്നില്ല. ഈ കാണിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ നോട്ട് നിരോധനത്തിന്റെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു വിശദീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്. ഞാൻ മടങ്ങി വരാം. ശ്രീ ജിജീഷ്, ഇത് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്ന് അത് ഇത്ര വർഷം നീണ്ടു നിന്നു, ഇത്രയും നാൾ ധാരാളം പണം വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം അതിൻ്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കണമെന്നാണ് SBIയോട് പറഞ്ഞിട്ടുള്ളത്. SBIയുടെ കയ്യിലാണ് അതിൻ്റെ ഡാറ്റ ഉള്ളത്. അത് പ്രസിദ്ധീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കാമോ? ആദ്യമായി ഞാനിവിടെ BJP പ്രതിനിധി ഇവിടെ ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറഞ്ഞ കാര്യം കേട്ട് അത്ഭുതം കൂറിയായിരുന്നു. സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: സിറ്റിസൺസ് ഡു നോട്ട് ഹാവ് എ ജനറൽ റൈറ്റ് ടു നോ റിഗാർഡിംഗ് ദ ഫണ്ടിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് അറിയുന്നതിനുള്ള അവകാശം നാട്ടിലെ പൗരന്മാർക്കില്ല. റൈറ്റ് ടു നോ ഇസ് നോട്ട് എ ജനറൽ റൈറ്റ് അവൈലബിൾ ടു സിറ്റിസൺസ്. അതായത് സാധാരണ പൗരർക്ക് ഉള്ള അവകാശം പോലുമല്ല ഈ അറിയാനുള്ള അവകാശം എന്ന് കോടതിയിൽ പറഞ്ഞ ഒരു ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ട്രാൻസ്പാരൻസിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിൽ, ഇലക്ഷൻ ഫണ്ടിങ്ങിൽ, ക്യാമ്പയിൻ ഫണ്ടിങ്ങിൽ ഉണ്ടായിരുന്ന ട്രാൻസ്പെറൻസിയുടെ എല്ലാ സാധ്യതകളും അടച്ചു കളയുകയും എല്ലാ ഫണ്ടിങ്ങുകളെ കുറിച്ച് ഗവൺമെന്റിന് മാത്രം അറിയുന്ന രീതിയിൽ ഈ പവർ ഇക്വേഷനെ പരമാവധി സെൻട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിന് നിരക്കുന്നതല്ല. ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് പോലും പറഞ്ഞാൽ പോരാ, ഫാഷിസത്തിന്റെ ഒരു സ്വഭാവം കൂടിയാണിത്. മുസോളിനി പറഞ്ഞിട്ടുണ്ട്, fascism should be more properly be called corporatism because it is the merger of state and corporate power. സ്റ്റേറ്റ് പവറിന്റെയും കോർപ്പറേറ്റ് പവറിന്റെയും ഒരു സംയോജനമാണ് ഫാഷിസം എന്ന് പറഞ്ഞത് മുസോളിനിയാണ്.
അപ്പോൾ ആ തരത്തിലേക്ക് ഈ കോർപ്പറേറ്റ് പവറും സ്റ്റേറ്റ് പവറും ഏറ്റവും ഗുണകരമായ രീതിയിൽ ലയിപ്പിക്കാനും സംയോജിപ്പിക്കാനും അതിൽ നിന്ന് അധികാരം കൂടുതൽ ഉറപ്പിക്കുന്നതിനും അവരുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ വിശാലമായ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സിനെ സുപ്രീം കോടതി വളരെ വൈകിട്ടാണെങ്കിൽ പോലും ഇത് എതിർത്തത്. കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ ഒരു പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയാവുന്നത്, ഒരു റെപ്രസെന്റേറ്റീവ് വെഹിക്കിൾ എന്ന് പറയാവുന്നത് പൊളിറ്റിക്കൽ പാർട്ടികളാണ്. അത് അല്ലാതെ ഒരു ലെജിസ്ലേച്ചറിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് സ്വന്തമായിട്ട് ഒരുപാട് തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനമല്ല നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം അപ്പോ ഈ പറയുന്നത് പോലെ ഈ എന്താണ് ഡിഫെക്ഷൻ ലോ കടന്നു വരും. നമ്മൾ സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെടുത്താൽ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ കഴിയില്ല. മറ്റു പല ജനാധിപത്യ സംവിധാനങ്ങളിലും ഈ റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങൾക്ക് നേരിട്ടുള്ള പങ്കുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഓരോ ആൾക്ക് ടിക്കറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ അയാൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ആണ് പാർലമെന്റിൽ പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അത്തരത്തിൽ പല ജനാധിപത്യ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മുടെ സംവിധാനത്തിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടിക്കുണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അസച്ച് എന്ന് പറയുന്നത് ഒരു സംഗതിയായിട്ട് എടുത്താൽ അതിന് നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ നയരൂപീകരണത്തെ, നമ്മുടെ ഭരണ സംവിധാനത്തെ എല്ലാം നേരിട്ട് ഏറ്റവും ഫലപ്രദമായി സ്വാധീനിക്കുന്നതിനുള്ള ഒരു വഴിയാണ്. വലിയ നയസമീപനങ്ങളിൽ എല്ലാ മാറ്റങ്ങളും വരുത്താനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് കോർപ്പറേറ്റ് പവറും പൊളിറ്റിക്കൽ പാർട്ടിയുടെ പവറും ഒന്നാവുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന അർത്ഥത്തിലാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് ഈ പറയുന്നത് പോലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ആരൊക്കെയാണ് സംഭാവന നൽകിയതെന്നുള്ള ലിസ്റ്റ് പുറത്തു വരുമോ എന്ന് ചോദിച്ചാൽ പുറത്തു വന്നാൽ ഒരുപക്ഷെ നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിവരങ്ങൾ അതിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പല രീതിയിലും ഈ പറയുന്ന കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കുറുക്കു വഴികളും ഓൾറെഡി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഷെൽഫ് കമ്പനികളുടെ ഒരുപക്ഷെ ഒരു നിയമപരമായ സാധ്യതകൾ പോലും ഇല്ലാത്ത തരത്തിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുക. ഇപ്പോ അദാനി കേസിൽ ഈ പറയുന്ന മണി റൂട്ടുകൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലും അതുപോലെ തന്നെ പല റിപ്പോർട്ടുകളിലും കൃത്യമായിട്ട് ട്രേസ് ചെയ്തു എന്ന് നമുക്ക് ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ടപ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കും നമ്മുടെ കോടതിക്കും അത് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഇൻ പ്രിൻസിപ്പിൾ നല്ലൊരു വിധി നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറയുമ്പോഴും അത് പ്രാക്ടിക്കലി ഇപ്പൊ പെഗാസസ് വിധി വന്നപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഏറ്റവും പുരോഗമനപരമായ ജനാധിപത്യപരമായ ഒരു വിധി വന്നിരിക്കുന്നു എന്നാണ്. പക്ഷെ അതിന്റെ അടുത്ത ഘട്ടം അതിന്റെ ആപ്ലിക്കബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഗവൺമെന്റ് തന്നെ നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റിക്ക് അതിന്റെ സർവാധികാരങ്ങളും വിട്ടുകൊടുക്കുകയും ഒരു പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് വെച്ച കമ്മിറ്റിയെ തുടരാൻ അനുവദിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഇ ഡി കേസിൽ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇ ഡി ഡയറക്ടറുടെ എക്സ്റ്റൻഷൻ സുപ്രീം കോടതി റദ്ദ് ചെയ്തതിന് വിരുദ്ധമായി വീണ്ടും ഇയാളെ എക്സ്റ്റെൻഡ് ചെയ്തതിന് എതിരെ ഹർജി വന്നപ്പോൾ സ്വന്തം വിധി നടപ്പിലാക്കേണ്ടതാണ് എന്ന ബോധ്യമില്ലാത്ത തരത്തിൽ ആ എക്സ്റ്റൻഷന് കൂടി അനുവദിക്കുന്ന തരത്തിൽ സമയം നൽകുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോ എനിക്ക് ഒരുപാട് ശുഭാപ്തി വിശ്വാസം പറയാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ജനാധിപത്യപരമായി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് ഒരു പൊതുബോധ നിർമ്മിതിയുടെയും രാഷ്ട്രീയ കക്ഷികളിൽ എത്രമാത്രം ഇതിനെ ഹാർനസ് ചെയ്ത് അവരുടെ അജണ്ടയുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും എന്നുള്ളതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. കാരണം ജനാധിപത്യത്തിൽ എപ്പോഴും നമ്മൾ നീതി പ്രതീക്ഷിക്കേണ്ടത് അത്യധികമായി കോടതി മുറികളിൽ നിന്നോ എക്സിക്യൂട്ടീവിൽ നിന്നോ അല്ല, ഈ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിന്നാണ്. ജനങ്ങൾക്ക് ആ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പരിശോധിക്കണം. ശ്രീ എ സമ്പത്ത്, ഇവിടെ ഈ ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാവുന്നതോടെയുള്ള മറ്റൊരു കാര്യം കുറെ കൂടി സുതാര്യമായ രീതിയിൽ നിലവിലുള്ള സംഭാവന സ്വീകരണ രീതികൾ തുടരുമെന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് മതിയാവില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന് മതിയാവുമോ, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾക്ക്, അത് BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, വലിയ പാർട്ടികൾക്ക് ആ പണം കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കുകയോ അധികാരം നിലനിർത്തുകയോ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ വീണ്ടും കുറെ കൂടി കള്ളപ്പണം സമാഹരിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാവുകയല്ലേ ചെയ്യുക? അജിംസെ, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ
വലതുപക്ഷ നിരീക്ഷകൻ എന്ന് താങ്കൾ ഇവിടെ ചാലിച്ചിട്ടുള്ള അദ്ദേഹം ബി ജെ പിയുടെ വക്താവാണ് എങ്കിൽ ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി ബി ജെ പിയെ എത്രമാത്രം അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ബി ജെ പിയുടെ വക്താവല്ല അദ്ദേഹം ബി ജെ പിയുടെ വക്താവല്ല. ബി ജെ പി ഈ ചർച്ചയിൽ ആളെ അയക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഇത് അല്ല, അവരയക്കേണ്ടതില്ല. കാരണം ബി ജെ പി ഉള്ളിൽ ബി ജെ പി ആയി വേറെ അല്ലാതെ വരാമല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻ ദ സ്പിരിറ്റ് ബി ജെ പി ആയി തന്നെ, ഇൻ ദ ബോഡി മറ്റൊരാളായി തന്നെ അങ്ങനെ ഇരിക്കാമല്ലോ. ജസ്റ്റ് ലൈക്ക് ദ ബോഡി ആൻഡ് ദ സോൾ അങ്ങനെ ആവാം. അപ്പോൾ പറഞ്ഞതെല്ലാം തന്നെ അത് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയി തന്നെ അത്തരത്തിൽ വരട്ടെ. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ സമൂലമായ പരിഷ്കരണം വേണം എന്നുള്ള ചർച്ച ഇന്നും ഇന്നലെയും ഒന്നുമല്ല തുടങ്ങിയത്, നമ്മളെല്ലാം ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചതാണ്. നിർഭാഗ്യകരമായ കാര്യം, അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളടക്കം പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടും പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടിട്ടും ഇത് ഭരണത്ത് തന്നെ ഇരിക്കുകയും ആ വഞ്ചി തിരുനക്കരെ എന്നുള്ളതുപോലെ അത് മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അതാണ് ഞാൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞത്. സഖാവ് ഇന്ദ്രജിത് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി പാർലമെൻറ്റ് നിയോഗിച്ചനുസരിച്ച് ഇത് പഠിച്ച് റിപ്പോർട്ട് വെച്ചു. അതിനുശേഷമാണ് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ വെച്ചു. ഇതൊന്നും തന്നെ നടപ്പായിട്ടില്ല. ഇത്തരത്തിൽ ഇപ്പോൾ ഉള്ളത്, സമയച്ചുരുക്കം കൊണ്ട് ഞാൻ അധികം നേരമെടുക്കാതെ പറയാം, ഇവിടെ ഈ വലിയ കോർപ്പറേറ്റുകൾ വലിയ ഭീമന്മാരായി. നമ്മളൊക്കെ ഇവിടെ ഒരു ഈ ചതുരംഗപ്പലകയിലെ നമ്മളൊരു കാലാൾ എന്നുള്ളത് പോലുമല്ല, നമ്മൾ സ്മോൾ ഫ്രൈ പോലുമല്ല, നമ്മളൊന്നും ഇവരുടെ കണക്ക് പുസ്തകങ്ങളിലെ ഒരു വര പോലുമല്ല. ഈ രാജ്യത്തെ തന്നെ വിഴുങ്ങാൻ കഴിയുന്ന നിലയിലേക്കുള്ള വലിയ കോർപ്പറേറ്റ് ഭീമന്മാരാണ് അത്തരത്തിൽ വന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കൊടുക്കൽ വാങ്ങൽ ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യമെന്ന് പറഞ്ഞത്. അജിംസ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ നേരത്തെ നോട്ട് നിരോധനം ഡീമോണിറ്റൈസേഷൻ വന്നല്ലോ. അപ്പോൾ ഈ 1000 രൂപയുടെ നോട്ട് നിരോധിച്ചിട്ട് അതിന് ഈ കള്ളപ്പണം നിരോധിക്കാൻ, പിടികൂടാൻ, രാജ്യദ്രോഹികളെ പിടിക്കാൻ ഇതോടുകൂടിയെല്ലാം എന്നിട്ട് എന്താ വന്നത് അജിംസെ? 2000 രൂപയുടെ നോട്ട് വന്നു. ഇവിടെ ഇതേ സ്റ്റുഡിയോയിലടക്കം വന്നിരുന്ന ചർച്ച ചെയ്ത ബി ജെ പിയുടെ നേതാക്കളും വലതുപക്ഷ നിരീക്ഷകരും പറഞ്ഞ പലതും അന്ന് ആർക്കൈവിൽ നിന്നും എടുത്ത് അതിൽ എന്താ ഉള്ളത്, അതിനകത്ത് ചിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് കുഴിച്ചിട്ടാൽ പോലും ഇതെല്ലാം തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. കള്ളപ്പണം മൊത്തം വേരോടെ. ഇപ്പോൾ 2000 രൂപയുടെ നോട്ട് അവിടെ പോയി. ഈ നേരത്തെ നിരോധിക്കപ്പെട്ട നോട്ടുകളെല്ലാം ഈ ആർ ബി ഐയിലേക്ക് വന്നത്. ഇവിടെ ഈ ഇന്ത്യ ഗവൺമെൻറ് പല കാര്യങ്ങളിലും ഒളിച്ചു കളിക്കുന്ന കാര്യങ്ങളുണ്ട്. അന്ന് ലോക്സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദിസ് വാസ് ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഞങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദി, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകിയ ഡയറക്ഷൻ അനുസരിച്ചാണ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ എന്നുള്ളത് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഇന്ന് അന്തിമമായി വിധി പറഞ്ഞിട്ടുള്ളത്, ഭരണഘടനാ ബെഞ്ചാണ് വിധി പറഞ്ഞിട്ടുള്ളത്. ആ വിധി ദഹിക്കാത്തതായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അത്തരത്തിൽ പണം സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. വലതുപക്ഷ നിരീക്ഷകൻ ഒരു പക്ഷേ ബി ജെ പി അതുപോലുള്ള പാർട്ടികളുടെ വെച്ചിട്ട് ഞാൻ CPIM-ൻ്റെ അംഗമാണ്. എൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് എൻ്റെ പാർട്ടിക്ക് നൽകുകയാണ്. ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത എൻ്റെ 19ാമത്തെ വയസ്സ് മുതൽ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് എൻ്റെ പാർട്ടിക്ക് നൽകുന്നതാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വേദികളിൽ വന്നാലും എന്നെ നിയോഗിക്കുന്ന ഒരു കാര്യത്തിന് എനിക്ക് പ്രതിഫലം ലഭിച്ചാലും മാത്രമല്ല, പ്രൊഫഷൻ എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് ലിജുവിനെ പോലെ സമ്പത്തും ഒരു അഭിഭാഷകനാണ്. ആ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ആദായ നികുതി ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നത് പോലെ തന്നെ എൻ്റെ പാർട്ടിക്ക് ഞാൻ അത്തരത്തിൽ നൽകുന്നുണ്ട്. ലക്ഷക്കണക്കിന് അംഗങ്ങൾ അത്തരത്തിൽ നൽകുന്നുണ്ട് ഈ പാർട്ടിക്ക്. അതും ആദായ നികുതി വകുപ്പിന് ആ കണക്കും നൽകിയിട്ടുണ്ട്. അല്ലാതെ നമ്മളീ പറയുന്ന കാടടച്ചങ്ങ് വെടിവെച്ച് എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കരുത്. ഞങ്ങളൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല, ശരിയാണ്. പക്ഷേ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള രാഷ്ട്രീയ ദൗത്യവും നിയമപരമായ ദൗത്യവും AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് മുതൽ ഏറ്റവും ഒടുവിൽ ഇന്ന് വരെ, ഇതിന് തൊട്ട് മുമ്പ് ബിൽക്കിസ് ബാനുവിൻ്റെ കേസിലായാലും ശരി, അതിനു മുമ്പ് ഡൽഹിയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുവാനും അത്തരത്തിൽ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾക്കെതിരായി കോടതിയിൽ പോയതായാലും മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി, രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയതായ പോരാട്ടം, നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം, അതിലൊന്നായി നിങ്ങൾ ഇതിനെ കൂടി ദയവായി കാണുക. ഞങ്ങളൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എളിയ ഒരു കാര്യമാണ്. ശ്രീ എം ലിജു, ഇലക്ട്രൽ ബോണ്ടുകൾ ഇല്ലാതായാൽ പിന്നെയുള്ളത് സാധാരണ രീതിയിലുള്ള കോർപ്പറേറ്റ് ഫണ്ടിംഗ് ആണ്. ആ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിന് ഒരു എന്താണ് പറയുക, ഒരു ലിമിറ്റുണ്ട്. അത് അവർക്ക് നൽകുന്നതിന്, കമ്പനികൾക്ക് നൽകുന്നതിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു നിലവിലെ അവസ്ഥയിൽ ആ ലഭിക്കുന്ന ഫണ്ട് കൊണ്ട് മാത്രം ഏതെങ്കിലും പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അത് വീണ്ടും ഈ കള്ളപ്പണം സമാഹരിക്കാനുള്ള പാർട്ടികൾക്ക് കൂടുതൽ ത്വര നൽകുകയല്ലേ ചെയ്യുക? ശ്രീ ലിജു.
യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് വലിയ ഇലക്ട്രൽ റിഫോംസ് വരണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും തന്നെയില്ല. ഇപ്പം നേരത്തെ തിരഞ്ഞെടുപ്പ് ചിലവുകളായി പ്രഖ്യാപിച്ചേക്കുന്ന തുകയും യഥാർത്ഥത്തിൽ ചിലവഴിക്കുന്ന തുകയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വലിയ തോതിൽ ഇലക്ട്രൽ റിഫോംസ് ഒരു സ്ഥാനാർത്ഥി പണം ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഗൈഡ് ലൈൻസിൽ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ അതോടൊപ്പം സ്റ്റേറ്റ് ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ട് പണം ചിലവെക്കാൻ സാധിക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഫണ്ടിങ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന തരത്തിൽ ആ ഒരു ലിമിറ്റേ പറ്റുകയുള്ളൂ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതിയുടെ വിധി ഇലക്ട്രൽ ഫണ്ടിങ് വന്നു. അത് ഒരു ആനുപാതികമല്ലാതെ വൻതോതിൽ സുതാര്യമല്ലാത്ത പണം കിട്ടിക്കൊണ്ടിരുന്ന BJPയെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ്, ഇലക്ഷൻ കമ്മീഷൻ ഇടപെടലല്ല. സമാനമായൊരു ആവശ്യം വിവിപാറ്റിൻ്റെ കാര്യത്തിലുണ്ട്. ഇവിടെ EVMകളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് വിവിപാറ്റിൻ്റെ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. എക്സിക്യൂട്ടീവിൻ്റെ ഒരു തകർച്ചയാണ്. ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന ബോഡിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി അവിടെ ഒരു കേന്ദ്രമന്ത്രി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു രാജ്യമാണിത്. ഇലക്ഷൻ കമ്മീഷൻ ഏകപക്ഷീയമായി BJPക്കൊപ്പം നിൽക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുതാര്യതയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയൊക്കെ വളരെ പരസ്യമായി അത് ഈ EVMകളെ കുറിച്ചൊരു വലിയ പ്രസ്താവനയ്ക്ക് പോകാത്തത് ഞാൻ കരുതുന്നത് നമ്മുടെ ജനതയ്ക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ആശങ്ക നിലനിൽക്കുന്നത് സത്യമാണ്. വിവിപാറ്റുകളെ സംബന്ധിച്ച സംശയം ദൂരീകരിക്കാൻ, EVMകളുടെ സംശയം ദൂരീകരിക്കാൻ പ്രതിപക്ഷത്തെ മുഴുവൻ പാർട്ടികളും ഒരുമിച്ച് നിന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇവരുടെ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ ഒരു കളിപ്പാട്ടം പോലെ, ഒരു കളിപ്പാവ് പോലെ നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഒരു മീറ്റിങ്ങിൽ പോലും തയ്യാറായിട്ടില്ല. സുപ്രീം കോടതി ആ ഒരു ഭാഗം കൂടി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. ഇന്ന് ജയറാം രമേശ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് വക്താവ് ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു വളരെ കൃത്യമായി, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ വലിയ ഇലക്ട്രൽ റിഫോംസ് ആവശ്യമുണ്ട് നമ്മുടെ രാജ്യത്ത്. ശരി, ശ്രീ മിഥുൻ, നമുക്ക് ഇനി 3 മിനിറ്റ് ഉണ്ട്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതായി, നിലവിലുള്ളത് കോർപ്പറേറ്റ് ഫണ്ടിങ്ങുമാണ്, പിന്നെ ബാക്കിയുള്ളത് പാർട്ടികൾ അംഗങ്ങളിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ പിരിച്ചെടുക്കുന്ന തുകയും മാത്രമാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാജ്യത്ത് കഴിയുമോ എന്നുള്ളതിന് സംശയമാണ്. ഇതിന് പകരം മറ്റൊരു സംവിധാനം വരേണ്ടതുണ്ടോ? തീർച്ചയായും ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്കിനെ നമ്മൾ പുനഃപരിശോധിച്ചുകൊണ്ട് അതിൽ എന്തൊക്കെയാണ് നമുക്ക് എന്താ പറയുക, സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഈ പറഞ്ഞ പോലെ എല്ലാ ഏരിയാസും പരിശോധിച്ചുകൊണ്ട് വീണ്ടും അതിനെ ഒരു മോഡിഫൈ ചെയ്ത് എന്താ പറയുക കൊണ്ടുവരേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം നമുക്ക് 17 മുമ്പത്തെ അവസ്ഥയിലേക്ക് പോകാൻ എന്തുകൊണ്ടും സാധിക്കില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ എത്ര തന്നെ എന്താ പറയുക ബ്ലാക്ക് മണി റെഗുലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അതിനൊക്കെ കൃത്യമായ കണക്കുകളുണ്ട്. അതിലൊക്കെ നമുക്ക് എന്താ പറയുക വളരെയധികം വ്യക്തത വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ഈ ഗവേഷകൻ സൂചിപ്പിച്ചൊരു കാര്യം, ഈ ട്രാൻസ്പെറൻസി ഫാക്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഗവേഷണം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രമുഖ പാർട്ടിയാണ് ഇന്ത്യയിലെ, അവർ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് അവരുടെ ഈ അക്കൗണ്ട്സ് എന്താ പറയുക സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ അവർ കാണിക്കുന്നത് 20,000 രൂപയ്ക്ക് താഴെ മാത്രമാണ് അവർക്ക് ഫണ്ടിങ് ലഭിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിൽ കൂടുതൽ ട്രാൻസ്പെറൻസി ഉണ്ടോ, അതോ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണോ കൂടുതൽ ട്രാൻസ്പെറൻസി എന്ന കാര്യം കൂടെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്റെ ഗവേഷണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആണല്ലോ നമ്മളൊരു പൊളിറ്റിക്കൽ സംസാരിക്കുന്നത്. ഇവിടെ ഇതുപോലുള്ള ഞാൻ പറയട്ടെ, അല്ല അദ്ദേഹത്തിന് പൊളിറ്റിക്സ് ഉണ്ടാവും, അദ്ദേഹം ഒരു BJP വിരുദ്ധനായിരിക്കാം. പാർട്ടി എന്നല്ല നമ്മൾ പൊളിറ്റിക്സ്. അജിംസെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ 20,000 താഴെ മാത്രമാണ് സംഭാവന സ്വീകരിക്കുന്നതെന്ന് പറയുന്ന പാർട്ടി ഏതാണ്? കേട്ടില്ല, ഒന്നുകൂടെ ചോദിക്കാമോ? 20,000 താഴെ മാത്രമാണ് സംഭാവന സ്വീകരിക്കുന്നതെന്ന് ഇലക്ഷൻ കമ്മീഷനോട് പറയുന്ന പാർട്ടി ഏതാണ്? ഞാൻ നേരത്തെ കൂടെ സൂചിപ്പിച്ചു BSP ഞാൻ നേരത്തെ കൂടെ സൂചിപ്പിച്ചാണ്, താങ്കൾ കേട്ടില്ല, കാരണം താങ്കൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള സംവിധാനങ്ങൾ, ഈ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള സംവിധാനങ്ങൾ പല എന്താ പറയുക പുരോഗമനത്തിന്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് സമാനമായിട്ടുള്ള സ്കീംസ് ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്, അത് വളരെ സക്സസ്ഫുൾ ആയി അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ, ഈ ഒരു ഫ്രെയിം വർക്കിനെ എങ്ങനെ മോഡിഫൈ ചെയ്ത് എങ്ങനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഇതിനെ പൂർണ്ണമായി വിമർശിച്ചുകൊണ്ട് നമുക്ക് ബക്കറ്റ് പിരിവിന്റെ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നതിൽ വലിയ യുക്തിയൊന്നും ഞാൻ നോക്കിക്കാണുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തെ പിന്നെ നേരത്തെ നമ്മൾ ഈ പറഞ്ഞൊരു കാര്യം ട്രാൻസ്പെറൻസി ഫാക്ടർ, അതിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി, അത് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുടെ വിവരം പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞാൽ
അവർക്കുണ്ടാവുന്ന ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഈ പൊളിറ്റിക്കൽ വിക്ടിമൈസേഷൻ്റെ ഒരു വലിയ കാലഘട്ടത്തിലാണ് ആളുകളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ്, അതിനെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഫ്രെയിം വർക്കിനെ നമുക്കൊന്ന് റീമോഡിഫൈ ചെയ്ത് റീലോഞ്ച് ചെയ്യണം തീർച്ചയായിട്ടും. അതാണ് ഞാൻ നോക്കിക്കാണുന്നത്. ബക്കറ്റ് പിരിവിനെ റിഡിക്യൂൾ ചെയ്യുന്ന രീതിയിൽ പരാമർശം ആവശ്യമില്ല. കാരണം ബക്കറ്റ് പിരിവ് ഒരർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ മിഥുൻ, ശ്രീ ജിജീഷ്, എം ലിജു, ശ്രീ എ സമ്പത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.